എന്താടാ നിനക്ക്? ആരെങ്കിലും ചത്തോ? അമ്മ ഒന്ന് പോയേ. അത് ശരി, ഒന്നല്ലേ ഉള്ളൂ, വിഷമിച്ചിരിക്കയല്ലേ എന്ന് വിചാരിച്ച് കാരണം നിരക്കാമെന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടേ? എനിക്കൊരു 10 ലക്ഷം രൂപ വേണം. എന്താവും എടുക്കാൻ? ഓ, തന്നാ മിണ്ടാതിരിക്കോ? ആ, ആലോചിക്കാം. എന്നാ പോയി അടുത്ത വെള്ളിയാഴ്ച. മനുഷ്യനിവിടെ സമാധാനത്തോടെ ഇരിക്കാനും സമ്മതിക്കൂല. എന്റെ പൊന്നമ്മേ, നമുക്ക് പിന്നെ സംസാരിക്കാം. അമ്മ ഇപ്പൊ ചെല്ല്. ഞാനിപ്പൊ പോകാം. പോക്കോ പോക്കോ, അത്രയും സമാധാനം കിട്ടും. അല്ല മോനെ, ഈ 10 ലക്ഷം ക്യാഷ് ആയിട്ടാണോ അതോ ചെക്കാണോ? ദേ പെണ്ണുമ്പളെ, ഓ ശാവം, എന്തുമില്ലെങ്കിൽ 9 മാസം. എത്ര? 9 മാസം. മറക്കല്ലേ കേട്ടോ. ഓ പിന്നെ പറയുന്ന കേട്ടതൊന്നും അതിൻ്റെ ഉള്ളിൽ ഈസി സുഖ ജീവിതമായിരുന്നു. ഇനി ഇതെന്താ? ഭഗവാനെ, ഇനി പാമ്പ് വല്ലോ ആണോ? പാമ്പല്ല, പഴുതാര. എടാ ഞാനാടാ പുല്ലേ. ഓ, നീയായിരുന്നോ? അല്ല, നീ എന്താ ഈ വഴിക്ക്? ഞാൻ കാറ്റായും കടലായും വരും. അല്ലാണ്ട് എന്റെ അമ്മേനെ പേടിച്ച് മതില് ചാടിയതല്ല അല്ലേ? അത് അത് പറഞ്ഞപ്പോഴാ. എപ്പോഴാ ശാന്തിച്ച് അടുത്ത കോഴിയെ വാങ്ങുന്നേ? അമ്മോപ്പാ, എനിക്കറിയില്ല. ഓ മാൻ, എന്താ നിന്റെ പ്രശ്നം? ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ വേണ്ട. ശരിയെന്നാ ഞാൻ പോവാ. ഇതിപ്പോ വന്ന വഴി കണ്ടുപിടിക്കണമെങ്കിൽ ഗൂഗിൾ മാപ്പ് ഇടണമല്ലോ കർത്താവേ. എടാ, അങ്ങനെ വഴിക്ക് വാ. പറ എന്താ പ്രശ്നം? സാമ്പാറും പപ്പടവും ഉണ്ട്, കഴിച്ചിട്ട് പോവാം. സാമ്പാറെങ്കിൽ സാമ്പാർ. അച്ചാറുണ്ടോ? ഉണ്ടാവുമായിരിക്കും. അല്ലടാ, ഇനി ശാന്തേച്ചി വല്ല പ്രശ്നവും? തേങ്ങാക്കൊല. അമ്മ അതൊക്കെ അപ്പോഴേ വിട്ടു. ആ പറയുന്ന വാക്ക് മാത്രമേ ഉള്ളൂ. ആള് പാവാന്ന് നിനക്ക് അറിയുന്നേ അല്ലേ. നീ വന്നേ, കഴിച്ചിട്ട് പോയാ മതി. എന്നാലും നിങ്ങൾ ആ മോനോട് അങ്ങനെ പറയണ്ടായിരുന്നു. പാവത്തിന് നല്ല സങ്കടമായി എന്നാ തോന്നണേ. പിന്നെ ഞാനെന്ത് പറയണം? എനിക്ക് അവളെ കെട്ടിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നും അല്ലടി. അവൾക്ക് കെട്ടുപായവും കഴിയാറായി. അടുത്ത മിഥുനത്തിൽ 26 തികയാ. എന്നിട്ട് ഞാൻ ഇതിനെപ്പറ്റി ആലോചിക്കുന്നില്ല, എനിക്ക് അവളെ കെട്ടിക്കാൻ ആഗ്രഹമില്ല എന്നാണോ നീ വിചാരിക്കുന്നേ? അമ്മ വിശക്കുന്നു. കേട്ടാ, ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. ഒരു പാവം ചെക്കനെ കൊണ്ട് എന്തിനാ വെറുതെ ഫുഡ് കഴിക്കാനായിട്ട് മാത്രം ലോൺ എടുപ്പിക്കുന്നേ? എന്താണ് രണ്ടാളും കൂടെ ഒരു ഡിസ്കഷൻ? അത് നിനക്കൊരു കല്യാണാലോചന. ശരിക്കും ഒന്ന് പോമേ, എനിക്ക് നാണം വരുന്നു. ഡി കല്യാണം കഴിക്കാന്ന് പറയുന്നതേ നീ ഫുഡ് കഴിക്കണ പോലെ അത്ര ഈസി അല്ല. എക്സ്ക്യൂസ് മീ, ആരാ പറഞ്ഞേ ഫുഡ് കഴിക്കുന്ന അത്ര എളുപ്പമാണെന്ന്? ഫുഡ് എടുക്കണം, വായിൽ വെക്കണം, ചവക്കണം. അത് അന്നനാളം, ചെറുകുടൽ, വൻകുടൽ, ആമാശയം, ഇതൊക്കെ വഴി എത്തണം. എന്നിട്ട് പിറ്റേ ദിവസം കറക്റ്റ് യഥാസ്ഥാനത്ത് നിക്ഷേപിക്കണം. ഇത് എവിടെയാ മനുഷ്യ എളുപ്പം? എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. ഇതൊരു ബിഗ് പ്രോസസ്സാണ്. ഇതത്ര സിമ്പിളാണെന്ന് പറയാൻ തനിക്ക് എങ്ങനെ തോന്നി മിസ്റ്റർ? അതൊക്കെ പോട്ടെ, വിവരമില്ലാത്ത കൺട്രീസ്. അല്ല, ആരാ പയ്യൻ? ഓ, അതിനിപ്പം നീ അറിഞ്ഞിട്ടും വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ലടി. ആ പയ്യനെ നിന്റെ അച്ഛൻ നൈസായിട്ട് ഒഴിവാക്കി. സാഹസികമായിട്ട് രക്ഷപ്പെടുത്തി എന്ന് പറയുന്നേ ആയിരിക്കും ശരി. മോളയിലെ നുള്ളി അല്ലേ? അതൊക്കെ പോട്ടെ. അല്ല, നിധി എവിടെ? ഓ, അവനോ? അവൻ ശാന്തയുടെ വീട്ടിലേക്കാന്ന് തോന്നുന്നു. പോകുന്നുണ്ടായിരുന്നു.
ആ ചെറുക്കനെ കാണാനായിരിക്കും. ആ ശ്രാവൺ, ഇന്നലെ കുറച്ച് ബിസി ആയിപ്പോയി ഞാൻ. അതുകൊണ്ട് അവനോട് നേരാവണ്ണം മിണ്ടാൻ കഴിഞ്ഞില്ല. ഇടുക്കി പോകുമ്പോൾ എന്നെയും വിളിക്കായിരുന്നു. ഞാനും പൊക്കോട്ടിയായിരുന്നു കൂടെ. എന്നിട്ട് വേണം അവൾക്ക് അറ്റാക്ക് വരാൻ. എൻ്റെ പൊന്നു മോളെ, കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നീ അങ്ങോട്ട് പോകാൻ പോയിട്ട് ആ വീടിന്റെ വളപ്പിലേക്ക് നോക്കുന്നത് പോലും ആലോചിക്കരുത്. അപേക്ഷയാണ്. വന്ന് ഈ ഫുഡിനൊന്നും മുന്നത്തത്ര ടേസ്റ്റ് കിട്ടണില്ല അല്ലേ? എങ്ങനെ ടേസ്റ്റ് അറിയാനാ? വല്ലപ്പോഴാ വായിക്കൊന്ന് റെസ്റ്റ് കൊടുക്കണം. ഓ, ഞാനല്ലേ കഴിക്കണേ, നിനക്കെന്താ പ്രശ്നം? നീ കാരണം എനിക്ക് മൊത്തത്തില് പ്രശ്നം. നേരാൻ വേണ്ട ഫുഡും ഇല്ല, ഇപ്പൊ കല്യാണവും ഇല്ല. അത് ശരി, നിന്നോട് ഞാൻ കെട്ടണ്ടാന്ന് പറഞ്ഞോ? എടി എടി, നീ ഒന്ന് കെട്ടിപ്പോയിട്ട് വേണം എനിക്ക് സമാധാനത്തോടൊന്ന് കല്യാണം കഴിച്ച് ജീവിക്കാൻ. അതിന് നിനക്കെവിടുന്ന പെണ്ണ്? ആ, അങ്ങനെ നീ കളിയാക്കണ്ട. പെണ്ണൊക്കെ ഞാൻ ഇപ്പൊ വിചാരിച്ചാ കിട്ടും. പിന്നെന്താ വിചാരിക്കാത്തെ? ഓ, ഇവള് 16 വയസ്സായില്ലേ, ഒന്ന് കെട്ടിപ്പൊക്കൂടെടി നിനക്ക്? സൗകര്യമില്ല. കൂടെ പഠിച്ചവരൊക്കെ ഒളിച്ചോടിയും കല്യാണം കഴിച്ചും പിള്ളേര് 2ആയി. നീ ഇപ്പൊ ശ്രാവണം കെട്ടാൻ പോകുന്നു. ഞാനിവിടെ മൂക്കില് പല്ലു എണ്ണിയിരിക്കത്തേ ഉള്ളൂ. ശ്രാവണൊക്കെ കെട്ടാനൊക്കെ ആയി. അല്ലേടി, അവനെ ഇന്നലെയാണല്ലോ 1ാം ക്ലാസ് കൊണ്ടുപോയി ചേർത്തത്. എടി എടി, എന്റെയും നിന്റെയും വയസ്സല്ലേ അവന്, നമ്മ ഒരുമിച്ചല്ലേ പഠിച്ചേ. ഓ, അല്ല പെണ്ണെവിടുത്തെ കാര്യാ? ആ, എനിക്കറിയില്ല. ശാന്തേച്ചി പറയുന്നുണ്ടായിരുന്നു. അവരുടെ ഏതോ അകന്ന റിലേറ്റീവ് ആ പെണ്ണ്. ഓ, അറേഞ്ച്ഡ് ആണോ? ഞാൻ വിചാരിച്ച ലവ് മാരേജ് ആയിരിക്കുമെന്ന്. ആ, അവനൊരു കൊച്ചിനെ ഇഷ്ടായിരുന്നു. പക്ഷെ ആ കൊച്ചിന്റെ വീട്ടുകാർക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പൊ ആ കൊച്ചിനോ? ഇഷ്ടമല്ലെന്നാ തോന്നണേ. അതിന് അവനാർക്കാ ഇഷ്ടാവാത്തെ? അമ്മ, ചായ വേണം. ആദ്യം പോയി പല്ല് തേക്ക്, എന്നിട്ടേ നിനക്ക് ഇവിടുന്ന് ചായ ഉള്ളൂ. എപ്പോഴും ഇത് തന്നെ അല്ലേ പെണ്ണുമ്പിള്ള നിങ്ങളും പറയാറ്? ഒന്ന് മാറ്റി പിടിച്ചൂടെ? നീയും കുറെ കാലായിട്ട് ഈ ഡയലോഗ് തന്നെയല്ലേ പറയണേ, വല്ല മാറ്റവും ഉണ്ടോ? ഓ, രാവിലെ തന്നെ മൂഡ് കളഞ്ഞു. എനിക്ക് വിശക്കാണോ? തമ്പുരാട്ടി, ആ വാതിലൊന്ന് പോയി തുറക്കോ? രാവിലെ തന്നെ നേരം വെളുക്കുന്നതും പോരാഞ്ഞിട്ട് ഓരോരോ കേറി വന്നോളൂ മനുഷ്യന്റെ സമാധാനം കളയാൻ. ഇനിയിപ്പൊ ഇതാരാ? ഹായ് നിത്യ. ഹലോ മോനോ, എന്താ മോനെ രാവിലെ തന്നെ? ആന്റി, നിധി എവിടെ? രാവിലെ വരാന്ന് പറഞ്ഞിട്ട് കാണുന്നേ ഇല്ല. എന്നിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. രാവിലെ വരാന്ന് അവൻ പറഞ്ഞോ? ആ ആന്റി, കമ്പനി സ്റ്റാർട്ട് ആവുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് 1-2 ആൾക്കാരെ കാണാനുണ്ടായിരുന്നു. രാവിലെ പോയാലേ കാണാൻ പറ്റൂ. ആ ബെസ്റ്റ്. അവന് നേരം വെളുക്കാനായിട്ടൊന്നും ഇല്ല മോനെ. മോനിരിക്കും, ഞാൻ ചായ എടുക്കാം. ആ, എന്നാലേ ഒരു ഗ്ലാസ് എനിക്കും വേണം. ഓ ശാപം, പോയി റൂമിൽ കിടക്കടി. ഈ പെണ്ണ് മനുഷ്യന്റെ വില കളയും. നീ എനിക്കൊരു ചായ കൊണ്ടുതരാൻ ഇവിടെ ആരും ഇല്ലേ? പോയി അവനെ വിളിച്ചോണ്ട് വാ, ചായ ഞാൻ അപ്പോഴേക്ക് എടുത്ത് വെക്കാം. ആ, അങ്ങനെ നല്ല കാര്യം വല്ലതും പറ. ശരി, എന്നാ ഞാൻ ഇപ്പൊ വരാം.
പോയി നിന്റെ റൂമിൽ കിടക്കടി. ഞാൻ ചവിട്ടി താഴെ ഇടണ്ടെങ്കിൽ ഇപ്പൊ പോണം എന്റെ റൂമിൽ നിന്ന്. എന്നെ തിരക്കിട്ട് നീ താഴെ വന്നിട്ടുണ്ട്. അമ്മ വിളിക്കുന്ന. ആര്? എടം മൈ ഡിയർ മോനെ, നിന്നെ തപ്പിട്ട് ആരോ താഴെ വന്ന് കിടക്കുവാടാ. അമ്മ വിളിക്കുന്ന. ഒന്ന് പോയി, എനിക്ക് ഉറങ്ങണം. ആരാന്ന്? ആ അരവണ. എന്തായിരുന്നു? ആ ശരവണൻ. ഓ ലേറ്റ് ആയി. ഓ ഒന്ന് എഴുന്നേറ്റ് പോടി. വാടെ പോവാം. ലേറ്റ് ആയി, അറിയാണ്ട് ഉറങ്ങിപ്പോയി. എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം. അതിന് നീ ഒന്ന്. അയ്യടാ, നിനക്ക് വേണേ നീ പോയി സംസാരിക്കണം. അതിന് അവളെന്റെ മുഖത്ത് പോലും നോക്കുന്നില്ലടാ. ആ, അതിന് അവളെയും കുറ്റം പറയാനാവൂല. ഏടാ, ഈ വളഞ്ഞു മൂക്ക് പിടിക്കുന്നതിന് അത്ര നല്ലതല്ല. അവളോട് സംസാരിക്കണമെങ്കിൽ നീ ഡയറക്റ്റ് പോയി സംസാരിക്കണം. അപ്പോ നിനക്ക് പ്രശ്നമില്ലേ? എന്തിന്? നിനക്ക് ഇതിലും വലുത് വേറെ വരാനില്ലെന്ന് പറഞ്ഞ സമാധാനിക്ക്. അത്രേ നടക്കൂ. ഒരു മിനിറ്റ്, നീ വണ്ടി ഒന്ന് നിർത്തിയേ. എന്താടാ? നീ നിർത്തിട്ട് പറയാം. എടാ, നീ എവിടെ പോവാ? മോളെ നീലാംബരി. യെസ്. മുത്തപ്പ. ഓടരുത്. ഓട മാട്ടെ. നീ എന്താടി ഇവിടെ? അത് അല്ല, നീ എന്താ ഇവിടെ? ഞാനിവന്റെ കൂടെ. ഇവന്റെ കൂടെ? അയ്യേ, അതല്ല. ഏതല്ല? മനസ്സിലായി മോനെ, എനിക്കെല്ലാം മനസ്സിലായി. വെറുതെ അല്ല മൂക്കില് പല്ല് വന്നിട്ട് നീ കെട്ടാത്തല്ലേ. ഞാൻ വീട്ടിൽ പറയൂടെ പുല്ല് ചെയ്ത്. നിർത്തടി. ഓ സോറി ഗൈസ്, കൈവിട്ടുപോയി. യു ഗൈസ് കണ്ടിന്യൂ. നില, ആരാ ഇവരൊക്കെ? സബാഷ്, പൂർത്തിയായി. ഇനി ഇതാരാ? ഇതാണോടി പുല്യ നിന്റെ ഹോസ്റ്റല്? ആരാടി ഇവൻ? നിങ്ങളെന്താ ഇവിടെ ചെയ്യുന്നേ? ഏട്ടാ, ഏട്ടൻ എന്നോട് ക്ഷമിക്കണം. എന്തിന്? ഞാൻ ഇതുവരെ ചെയ്തതിനും ഇനി ചെയ്യാൻ പോകുന്നതിനും. മനസ്സിലായില്ല. ഓടിക്കോടാ മാർട്ടിനെ. നിക്കടി, ഞാനും വരുന്നു. എന്താ നിധി? ഈശ്വര, ചത്തോ? ആരേലും ഒന്ന് ആംബുലൻസ് വിളിക്കണേ.